ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ വീഡിയോ. സോ ഞാനിന്നൊരു ഗെറ്റ് റെഡി വിത്ത് ആണ് ചെയ്യുന്നത്. കുളിച്ചിട്ട് വന്ന നേരെ മുടിയൊക്കെ തോർത്തി വൃത്തിയാക്കി ഗൈസ്. ബാക്കി ഞാൻ പിന്നെയും അതിങ്ങനെ കെട്ടി വെക്കുകയാണ് ചെയ്തത്. പിന്നെ എനിക്കൊരു കാര്യം പറയാനുണ്ട്. നമുക്ക് നമ്മുടെ പ്രൈവറ്റ് ഏരിയസിലൊക്കെ ഷേവ് ചെയ്ത് പിരിച്ചൊക്കെ കഴിയുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇച്ചിങ്സ് വരാറുണ്ട്, ഫംഗൽ ഇൻഫെക്ഷൻസ് വരാറുണ്ട്. അപ്പോൾ എനിക്ക് ഡോക്ടർ സജസ്റ്റ് ചെയ്തൊരു പൗഡറാണിത്, KZ എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊക്കെ ഫേസ് ചെയ്യുന്നവർക്ക് ഇത് നല്ലൊരു യൂസ്ഫുൾ ആയിട്ടുള്ളൊരു പ്രൊഡക്റ്റാണ്. KZൻ്റെ ഒരു പൗഡർ നല്ലതാണ്, നല്ല ഡിഫറൻസ് കാണും. നമ്മളത് വാഷ് ചെയ്തിട്ട് ഡ്രൈ ആയിട്ട് ഈ പൗഡർ ഇടുക, നല്ലൊരു അടിപൊളി ഐറ്റമാണ്. പിന്നെ ബോഡിയൊക്കെ ഒരു എന്താ നല്ല ഡ്രൈ ആയത് കാരണം കുറച്ച് മോയ്സ്ചർ ആവാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ക്രീം 21 ക്രീമാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അത് കയ്യിലും കാലിലും ഒക്കെ നല്ലപോലെ തേച്ച് റെഡിയാക്കി സെറ്റാക്കി. ഈ സാധനം ഉണ്ടല്ലോ, എത്ര തേച്ചിട്ടും റെഡിയാവുന്നില്ല. എനിക്ക് ഇതുപോലൊരു കലീൻ്റെ ക്രീമിലേക്ക് ഒന്നില്ല. ഇപ്പം വെയിലത്തിറങ്ങുമ്പോൾ ഉണ്ടല്ലോ എല്ലാം വീർത്തൊലിച്ചിറങ്ങി. കുറച്ച് കാലയിലും തേച്ചിട്ടുണ്ട്. നേരത്തെ എനിക്ക് സൺസ്ക്രീനും ഇഷ്ടമല്ലായിരുന്നു, ഇപ്പം ഞാൻ സൺസ്ക്രീൻ തേക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ഡ്രസ്സ് എടുത്തിട്ട് കാണാം. ഏതിടണം എന്നറിയത്തില്ല, എനിക്ക് കൺഫ്യൂഷൻ ഉണ്ട്. സ്കേർട്ടിൻ്റെ ഒപ്പിട്ടപ്പോൾ ഇങ്ങനെയാണ് വരുന്നത്. മടക്കി വെക്കണോ നേരെ വെക്കണോ മടക്കണം. ഞാൻ തക്കും ചെയ്ത് ഈ സ്പ്രേ അടിക്കാം. എനിക്കേ ഈ ചൂടത്ത് സൺസ്ക്രീന് ഒന്നും ഇടുന്ന ഇഷ്ടമല്ല. തണുപ്പ് അല്ല മഴയോ അങ്ങനെയൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല. പക്ഷെ ചൂടത്തിടുമ്പോൾ ഒന്നാമത് എനിക്ക് വിയർപ്പിൻ്റെ അസുഖമാണ്. അതിൻ്റെ കൂടെ ഈ സൺസ്ക്രീനൊക്കെ ഓൾറെഡി തീർന്നു. ഇട്ടിട്ട് വെയിൽ കൊണ്ട് വിയർത്ത് കുളിച്ച് എനിക്കത് ആലോചിക്കാൻ കൂടി വയ്യ. ഞാൻ നേരത്തെയൊക്കെ സൺസ്ക്രീൻ ഇടത്തില്ലായിരുന്നു. എൻ്റെ അമ്മ ഒരാളുടെ നിർബന്ധത്തിനാണ് ഞാൻ സ്ക്രീനും എല്ലാം ഇടുന്നത്. ആക്ച്വലി ഇതൊരു സ്വെറ്ററാ ഗൈസ്, പണ്ടത്തെ. എൻ്റെ കോളേജിലൊക്കെ പഠിക്കുമ്പം ഞാൻ അവിടെയൊക്കെ കൊണ്ടുപോയി ഇട്ടിട്ടുള്ളതാ. നല്ല വെയിലുണ്ട് പുറത്ത്. നാട്ടിൽ പോകുമ്പോൾ ഇവിടെ നല്ല ചൂട് തുടങ്ങി, നാട്ടിൽ പോകുമ്പോൾ അതിലേറെ ചൂടായിരിക്കും. അയ്യോ, 1 ലിറ്റർ സൺസ്ക്രീൻ വേണം തോന്നുന്നു. സൺസ്ക്രീൻ ഒക്കെ ഇട്ടു. ഇനിയും കുറച്ച് ലിപ് ഗ്ലോസ് ഇടാം. വേറെ പ്രത്യേകിച്ചൊന്നും ഇടാനൊന്നും ഇല്ല. ആകെ എനിക്ക് ഈ പ്രൊഡക്റ്റ് എന്ന് പറയാൻ ലാക്മെ മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം ഈ ലോക്കൽ സാധനമാണ്. ഈ ലിപ് ഗ്ലോസ് കണ്ടോ, എവർ ബ്യൂട്ടിയാ, കേട്ടിട്ടുണ്ടോ? ഇല്ല, റെയർ ബ്യൂട്ടി ഞാൻ കേട്ടിട്ടുണ്ട്. പിന്നെ എൻ്റെ ലിപ് ഗ്ലോസ് ഒക്കെ ഞാൻ കാണിച്ചു തരാം. നമ്മൾ ലോക്കൽ സാധനമൊക്കെയാണ് ഇടുന്നത്, നമുക്ക് ബ്രാൻഡൊന്നും ഇല്ലടാ. ഉണ്ടെങ്കിൽ തന്നെ ബാക്കിയുള്ള മേക്കപ്പ് പ്രോഡക്ട്സ് ഉപയോഗിക്കാൻ പോലും എനിക്കറിയില്ല. ഞാൻ പറയാം, ഞാൻ ലിപ്സ്റ്റിക്ക് നല്ലോണം ഇട്ട് ആ ലിപ്സ്റ്റിക്ക് തന്നെ കവിളിലും ഐഷാഡോ പോലെ കണ്ണിൻ്റെ മേളിലൊക്കെ ഇട്ട് ഇറങ്ങുമ്പോഴത്തേക്ക് തന്നെ ആൾക്കാർ പറയും ഇവിടെ എന്തൊരു ഓവർ മേക്കപ്പാണ്. അപ്പം പിന്നെ ഞാൻ മേക്കപ്പ് ഇട്ടിട്ട് പുറത്തിറങ്ങിയാൽ എൻ്റെ അവസ്ഥ എന്തായിരിക്കും? വേണ്ട, ഈ ലിപ് ഗ്ലോസ് ആണ് ഞാൻ ഉപയോഗിക്കുന്നത്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് എൻ്റെ ഗെറ്റ് വീട്ടിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് മുതൽ ഞാൻ സംസാരിച്ചിട്ട് റെഡിവേറ്റിനെ എടുക്കാന്ന് പറഞ്ഞത്. എൻ്റെ പേര് സേലം. അമ്മ എനിക്ക് ഓൺലൈനിൽ നിന്ന് വാങ്ങി തന്നെ കുറെ ഉപയോഗിച്ചു, നല്ലതാ. എൻ്റെ ചുണ്ടിലെ പിഗ്മെന്റേഷൻ ഒക്കെ ചെറുതായിട്ടൊക്കെ കുറയുന്നുണ്ട്. പക്ഷെ ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ഒരു പ്രൊഡക്റ്റ് ഞാൻ യൂസ് ആകത്തില്ല. എനിക്ക് ഇട്ട അപ്പം അതിനുള്ള റിസൾട്ട് കാണണം. അപ്പം അതെ, നാളെ ലിപ് ഗ്ലോസ് ഇട്ടു. എല്ലാവരും ഈ ഒരുങ്ങുന്ന വീഡിയോസിനകത്തൊക്കെ ആദ്യം ലിപ് ഗ്ലോസ്, സൺസ്ക്രീന്, വേറെ എന്തൊക്കെ ഇടാറുണ്ട്, എന്താ മോയ്സ്ചറൈസർ ഒക്കെ ഇടാറുണ്ട്. പക്ഷെ എൻ്റെ അതൊന്നും ഇല്ല, ഞാൻ ഇടാറും ഇല്ല. ലിപ് ഗ്ലോസ് ഇട്ടിട്ട് അവർ ബാക്കി മേക്കപ്പിൻ്റെ സംഭവങ്ങളൊന്നും ചെയ്യും. എനിക്ക് ചെയ്യാൻ വേണ്ടി ഒന്നുമില്ല. അപ്പോൾ നമുക്ക് ഇത് വെച്ചിട്ട് നമ്മുടെ ബ്ലഷ് ഇടാം. ബ്ലഷ് ഇവിടെ ഒരു ഷെയ്ഡി മാർക്ക് ഇട്ട് കൊടുക്കും, തിക്ക് മാർക്ക് കേട്ടോ, ഇവിടെ ഇട്ട് കൊടുക്കും. നമുക്ക് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം. അപ്പം കുറുമ്പ് കടിച്ച പോലെ ഇങ്ങനെ ഇരിക്കും. അവിടുത്തെ പകുതി വൃത്തികേടങ്ങ് മാറും.
അത് കഴിഞ്ഞിട്ട് മൂക്കിനിട്ട് ഇട്ട് കൊടുക്കാം. മൂക്കിൽ ആരോ ഇടിച്ച പോലെ ഇരിക്കണം. നാച്ചുറൽ ആണെന്ന് നമ്മൾ വിചാരിക്കും, പക്ഷെ കാണുന്നവർക്കറിയാം ഇത് കുപ്പിലെയാന്താന്ന്. ഈ സെയിം സാധനം തന്നെ വേറെ വേറെ ലിപ്സ്റ്റിക് ഉണ്ടെങ്കിൽ നമുക്ക് വേറെ വേറെ കളർ ഉപയോഗിക്കാം. കണ്ണിന്റെ മുകളിൽ ബ്ലിങ് ബ്ലിങ്, ഈ കണ്ണിന്റെ മുകളിൽ ബാക്ക്ഗ്രൗണ്ടിൽ എ സിയുടെ സൗണ്ടാണ് ഗൈസ്. മറ്റേ എ സിക്ക് തണുപ്പുള്ള കാറ്റ് മാത്രമേ ഉള്ളൂ, ഗ്യാസ് തീർന്നു എ സിയുടെ. സോ നമ്മുടെ ഈ മേക്കപ്പ് എന്ത് സാധനം, മേക്കപ്പ് കഴിഞ്ഞു. ഇതാണ് നാട്ടുകാർ പറയുന്നത് എൻ്റെ മേക്കപ്പ്. ലിപ്സ്റ്റിക് കൂടെ ഇടുമ്പോൾ മേക്കപ്പ് തീർന്നു. അയ്യോ. പിന്നെ എനിക്ക് അമ്മയാണെങ്കിൽ ഈ സാധനം എന്തായിരുന്നു, ആ ലിപ് ലൈനർ തന്നിട്ടുണ്ട്. പക്ഷെ എല്ലാവരും വരയ്ക്കുന്ന കണ്ടിട്ട് ഞാൻ വരയ്ക്കാൻ നോക്കി. എനിക്കൊരു വ്യത്യാസമൊന്നും തോന്നില്ല. ലിപ് ഗ്ലോസ് തുടച്ച് കളഞ്ഞിട്ട് ഇട്ട് നോക്കാം. ദൈവമേ ശരിയായ മതിയും. ഇനി പടം വരയ്ക്കുന്ന പോലെ ഇട്ട് കൊടുക്കണം. എനിക്ക് തോന്നുന്നു ഇത് ഇട്ടിട്ടേ സെയിം ഷെയ്ഡിലുള്ള ലിപ്സ്റ്റിക് ഇടരുതെന്നാ തോന്നുന്നേ. അയ്യോ അയ്യോ, മീശ വിളിച്ച പോലെ. ഞാൻ ഇത് ഇട്ടിട്ട് വരാം. ഇതിപ്പം ഞാൻ ഇങ്ങനെ കണ്ടിട്ടുണ്ട്, ഇവിടെയും ഇവിടെ ഒരു ക്രോസ് ഇട്ടു, മീസാനും ഇങ്ങനെ ഒരു ക്രോസ് ഇട്ടിട്ടൊക്കെ. ഇപ്പം ലിപ് ഗ്ലോസ് ഇട്ടിട്ട് തന്നെ മൊത്തം പടർന്നു പോയി. എന്നിട്ട് എൻ്റെ ഒരു ലൈറ്റ് ഷെയ്ഡുണ്ട്, വിട്ട് നോക്കാം. ഞാൻ കൊണ്ടോ എവിടാണോ എൻ്റെ ബാഗിനകത്താകുമ്പോൾ ബേബി എനിക്ക് പ്രീതേൻ്റെ തന്നെയാണ്. ഇത് ഏതിൻ്റെയാ? കളർ ആൻഡ് ഗ്ലോസ് എനിക്കറിയില്ല. ഇതാ ഷെയ്ഡ്. നല്ല വ്യത്യാസമുണ്ടോ? മീശ വിളിച്ച പോലെ ഉണ്ട് എനിക്ക്. ഓരോരുത്തരൊക്കെ ഇടുന്നത് കാണുന്ന ലിപ്സ്റ്റിക്ക്. കഴിയില്ലടാ, കഴിവ്. കണ്ടോ എൻ്റെ നാട്ടുകാരെ, വീട്ടുകാരെ, കൂട്ടുകാരെ, ഇതാണ് എൻ്റെ മേക്കപ്പ്. ഇതിനാണ് നിങ്ങൾ ഓവർ മേക്കപ്പ് എന്ന് പറയുന്നത് അലവലാദികളെ. നമുക്ക് ഹെയർ സെറ്റ് ചെയ്യാം. ഹെയർ സെറ്റ് ചെയ്യാനൊന്നുമില്ല, മുടി അഴിച്ചിടുക. നനഞ്ഞ മുടി ചീകാൻ പാടില്ലെന്ന് എൻ്റെ അടുത്ത് പണ്ടാരോ പറഞ്ഞിട്ടുണ്ട്. നനഞ്ഞ മുടി ചീവിയാൽ മുടി കീറുവെന്നും. ഇത് സത്യമാണോന്ന് അറിയില്ല. ആണെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുക ഗൈസ്. മുടി ഞാൻ വെറുതെ അഴിച്ചെടുത്തോളൂ, ഞാൻ ചീകാറ് പോലും ഇല്ല നനഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ അമ്മയ്ക്ക് ഇടയ്ക്ക് ഭ്രാന്ത് കയറുമ്പോൾ എന്നെ പിടിച്ചിരുത്തി ബ്ലോഡറിയൊക്കെ ചെയ്യാറുണ്ട്. അതിന് മുടി നശിക്കും. ഞാൻ ആറ്റുനോട്ടുണ്ടോ എൻ്റെ മുടിയ. ഓക്കെ, നമുക്ക് അഴിച്ചിട്ടിട്ട് ഒരു ബോയ് എടുത്തങ്ങ് വെക്കും. അപ്പോൾ എൻ്റെ ഹെയർ സ്റ്റൈൽ കഴിയും. ഞാൻ കുറച്ച് ഓവറാണല്ലേ സംസാരിക്കാൻ തുടങ്ങിയതാണ് പ്രശ്നം. ഓക്കെ, ഞാൻ മുടി അഴിക്കട്ടെ. ഇത് എങ്ങനെ കാണിച്ചാലും ചുരുണ്ട് എന്ന് വെച്ചാൽ ഒരു വേവി പോലെയാണ് കിടക്കുന്നത്. അത് ബ്ലോ ഡ്രൈ ചെയ്യുമ്പോൾ മാത്രം നേരെ കിടക്കും. പക്ഷെ എനിക്ക് മുടി പോകുന്ന പേടിയാ, അതുകൊണ്ട് അമ്മയെ കൊണ്ട് ഞാൻ ചെയ്യിക്കത്തില്ല. എനിക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ അറിയത്തില്ല. ഒരു നേവി ബ്ലൂ കളറ് ബോയ് ഉണ്ട്. ചെയ്യില്ലെങ്കിൽ എന്നെ വഴക്ക് പറയും എൻ്റെ മമ്മി. ഇപ്പൊ വർക്കിന് പോയേക്കും. ഉണ്ടായിരുന്നു, ഇപ്പൊ അത് ഫുള്ള് സ്ട്രൈറ്റ് ആക്കി തന്നെ. ബോവക്ക എന്റെ മുടിയിൽ എനിക്ക് റിസ്ക് എടുക്കാൻ വയ്യ. ഓൾറെഡി ഇടയ്ക്കിടയ്ക്ക് അവിടുന്ന് ഇവിടുന്ന് മൊത്തം വെച്ചാൽ നോർമൽ കൊഴിയുന്ന പോലെ ആണെങ്കിൽ എനിക്ക് പ്രശ്നമില്ല. ഇതിപ്പോ നമ്മുടെ അലോപേഷ്യ പോലെ തന്നെ എൻ്റെ തലയിൽ
തലേ മീൻസ് ബ്രെയിനിലല്ല, ഈ സ്കാൽപ്പില് ഫംഗൽ ഇൻഫെക്ഷൻ പോലെ ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ട്. എനിക്ക് ഹോസ്റ്റലിൽ നിന്ന് കിട്ടിയൊരു സംഭവം, ഹോസ്റ്റലിൽ വേണ്ടി നിന്നപ്പോൾ. അപ്പോൾ ഇവിടെ ഇപ്പൊ മുടി ഫുള്ള് പോയായിരുന്നു, അത് നമുക്ക് പൊളിച്ചു വന്ന, പിന്നെ ഇവിടുത്തെ പോയി, അങ്ങനെ ഞാൻ ട്രീറ്റ്മെന്റ് ഒക്കെ എടുത്ത് പിന്നെ ഞാൻ സ്വന്തമായിട്ട് കാച്ചി എണ്ണയൊക്കെ തേച്ചാണ് ഇങ്ങനെ വന്നത് ഗൈസ്. പോകാം, സംസാരിച്ച് ഓവറാക്കി കുളവെക്കുന്നില്ല കണ്ടോ. വഴക്ക് പറയുകയാണെങ്കിൽ നമുക്ക് ഇത് 2 അടി കൊടുക്കും അതിന്. ഇപ്പൊ കുറച്ച് സ്ട്രെയിറ്റ് ആയിട്ട് കിടക്കും. അടി കൊടുത്താലേ നേരെ ആവത്തുള്ളൂ. അഹങ്കാരി കണ്ടു വെക്കല്ലേ. തൂത്തു ഇത് വാച്ച് ഇടാം, സോക്സ് ഇടാം, ഇത്രേ ഉള്ളൂ. പിന്നെ ഇതിന് പറ്റിയൊരു ഷോള് കണ്ടുപിടിക്കണം, അല്ലെങ്കിൽ അവിടെ മമ്മജാണ് കൊല്ലും. പിന്നെ നമുക്ക് ഈ വാച്ച് ഇടാം ഗൈസ്. വാച്ച് ഇതിനോട് പെയർ ചെയ്തിരുന്ന ഒരു ബ്രേസ്ലെറ്റ് പോലത്തെ വള ഉണ്ടായിരുന്നു, എനിക്ക് എൻ്റെ സിസ്റ്റർ തന്നതാണ്. കല്യാണത്തിന് കിട്ടിയതാണ്. എന്നോട് എൻ്റെ കോളേജിലെ ഫ്രണ്ട്സ് കപ്പിൾ വാച്ച് പോലെ കല്യാണത്തിന് ഗിഫ്റ്റ് ചെയ്തതാണ്. ഇത് ലെജൻഡിയ. ഇതിനോട് ഒരു ബാംഗിളുണ്ട്, അതുകൊണ്ട് ഇടുമ്പോൾ സെറ്റ്. ഇത് നിങ്ങൾ കുറച്ച് ലൂസാ, ബാംഗിലൂടെ കിടക്കും, കുറച്ച് കഴിയുമ്പോൾ വാച്ച് ഇങ്ങനെയൊക്കെ വരും. അപ്പം മൈൻഡ് നെവർ മൈൻഡ്, ഇഗ്നോർ ദിസ് മെസ്. ചുമ്മാതാട്ടോ, ഞാൻ ഇത്ര ജാടയൊന്നുമില്ല. സോറി ഗൈസ്, ആ വള എവിടെ വെച്ചിട്ട് ഞാൻ മറന്നുപോയി. കഴിഞ്ഞ ദിവസം ഇട്ടതായിരുന്നു, ഇപ്പൊ കാണുന്നില്ല. അറിയില്ല എങ്കിൽ നമുക്ക്, ഞാൻ കുറെ നാളായിട്ട് എൻ്റെ ഒരു സ്പെക്സാ വെച്ചോണ്ടിരുന്നത്, അപ്പൊ ഞാൻ വേറൊരു സ്പെക്സ് വെക്കാം. അത് എവിടെയെങ്കിലും ഉണ്ടോ എന്ന് നോക്കിട്ടായി വെക്കുകയാണെങ്കിൽ പഴയത് തന്നെ വെക്കാം. ഊട്ടിയിട്ടുള്ള ചട്ടി. ആ ഭാഗ്യം അതുണ്ട്. എന്റെ ലെൻസ് കട്ടിന്റെ കണ്ണാടി ബൈ വൺ ഗെറ്റ് വൺ ഫ്രീ. വെച്ച് നോക്കാം. ഓക്കെ, ഇത് മതി. സെറ്റ്. ഇതിന് പറ്റിയൊരു ഷോളും ഒരു സഞ്ചിയും കണ്ടിട്ട്, സഞ്ചി മീൻസ് എന്റെ ബാഗിനെ ഞാൻ സഞ്ചി എന്നാണ് വിളിക്കാറ്. പട്ടിഷോ. ഒരു മിനിറ്റ്, ബാഗ് എടുത്തിട്ട് വരാം. ഇതാണ് ഒരു ബാഗ് എന്ന് വിചാരിക്കുന്നുണ്ടാവും. കണ്ടാല് ബസ്സിലൊറ്റയ്ക്ക് കണ്ടക്ടറെ പോലെ ഇല്ലേ, ഇത് അമ്മയുടെ ബാഗാ. ഇതിപ്പോൾ തന്നെ ആട്ടും. സോ നമുക്ക് എന്റെ സഞ്ചി തന്നെ എടുക്കാം. ഇതാണ് എന്റെ സഞ്ചി. ഇതിങ്ങനെ ഇരിക്കുന്നതിന്റെ കാരണം ഇതിനകത്ത് 2 ബുക്കുണ്ട്, അതെടുത്ത് മാറ്റുമ്പോൾ പഴങ്ങഞ്ഞി പോലെ ആവും. ഇത് മാറ്റി കാണിക്കും. എന്താണേ പ്രോമട്രിക്ക് പഠിക്കാൻ കൊണ്ടുവന്ന ബുക്കുകളാ. ബാഗ് ചെയ്താൽ കോമഡി ആയിരിക്കും. ഇത് എന്തോ മറ്റു സാധനം, ഞങ്ങളുടെ കല്യാണത്തിന്റെ കുട്ടി ആൽബമാണ് ഗൈസ്. ഓ മൈ ഗാഡ്. ഓ ലോലിപോപ്പ്. പിന്നെ ഒരു കീ ചെയിൻ മാറ്റിടാം. ഓക്കെ, കണ്ടോ സാധനമെല്ലാം എടുത്തപ്പോ കണ്ടോ പഴങ്ങഞ്ഞായത്. ഒരു ഫോൺ ഇടാനും പിന്നെ സൺസ്ക്രീനും ലിപ്സ്റ്റിക്കും ഒക്കെ ഇടാം. ഈ സൺസ്ക്രീൻ എടുക്കാം, ഈ ലിപ് ഗ്ലോസ് എടുക്കാം, ലിപ്സ്റ്റിക് എടുക്കാം. വേറെ എന്തെങ്കിലും കൊണ്ട് ഞാൻ ബാഗ് നിറയ്ക്കാം ഉറപ്പായിട്ടും. കയ്യിൽ സാധനങ്ങളൊന്നും ഇല്ലെങ്കിലും ബാഗ് ഞാൻ നിറച്ചു. സോ ഇതാണ് എന്റെ ഫൈനൽ ലുക്ക്. ആയിട്ടില്ല, ഒരു മിനിറ്റ് ഷോളോട് ഇട്ട് കളറുള്ള ഷോളൊന്നും ഇട്ടിട്ട് ചേരുന്നില്ല. മറ്റു കറുത്ത ഷോള് തന്നെ.
Yes. Ready. Ready, ready, move bang. ഇത്രേ ഉള്ളൂ. ഇനി സോക്സ് ഇടുക, ഷൂ ഇടുക, പോവുക. ബൈ.